نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വലിയൊരു അനുഗ്രഹമെന്നോണം മറ്റൊരു ബലിപെരുന്നാൾ ദിവസം കൂടെ അത് ആഘോഷിക്കാനും പങ്കെടുക്കാനും തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ഈയൊരു ദിനങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അവരുടെ അധരങ്ങളിലൂടെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അത് തക്ബീർ ധ്വനികളാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ സമയം അത്രയും ആവർത്തിച്ച് തക്ബീറുകൾ ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ ഓരോരുത്തരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ വാക്കുകളുടെ അർത്ഥവും ആഴവും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. എത്രയോ തവണ എത്രയെത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞ വാക്കുകളാണ് അല്ലാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുമൊക്കെ. യഥാർത്ഥത്തിൽ എത്രമാത്രം നമ്മളുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ തക്ബീറിന്റെ വാക്കുകൾ എന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹത്താൽ ബലിമൃഗത്തിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ച് അതിനെ അറുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും നിർദ്ദേശവും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഉരുവിടുന്നത് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന. യഥാർത്ഥത്തിൽ ആ സമയത്തിലും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ എന്താണതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നമ്മൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടതില്ല. മറിച്ച് റബ്ബ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്, സൂക്ഷ്മതയാണ്. നമ്മളൊക്കെ എത്രമാത്രം റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്ന് പരീക്ഷിക്കാനും തിരിച്ചറിയാനും വേണ്ടി ആ റബ്ബിന്റെ കൽപ്പനകൾ റബ്ബ് നമ്മിലേക്ക് അറിയിച്ചു നൽകുകയാണ്. നമ്മളത് നിറവേറ്റുന്നുണ്ടോ? ഇനി നിറവേറ്റുമ്പോൾ അതെത്രമാത്രം ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ വജ്ഹ് അനുസരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളത് നിർവഹിക്കുന്നത് എന്നത്
റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയാണ്. അതാണ് തൊട്ട് ശേഷമുള്ള ആയത്ത് വാക്കുകളിലൂടെ റബ്ബ് പറയുന്നത്. കദാലിക സഖറഹാ ലക്കും. അതിനാണ് നിങ്ങളെ നാം ഈ കാലികളെ കീഴ്പ്പെടുത്തി നൽകിയത്. എന്തിനു വേണ്ടി? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. റബ്ബ് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമേത് എന്ന് ചോദിച്ചാൽ കണ്ണടച്ചേത് വിശ്വാസിയും പറയും, എനിക്കെന്റെ റബ്ബെന്നെ മുസ്ലിമാക്കിയതാണ്, എനിക്ക് ഹിദായത്ത് നൽകിയതാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നു, നിങ്ങളെ ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ തക്ബീർ മുഴക്കുന്നതിന് വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംവിധാനം നിങ്ങൾക്ക് ഏർപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അതിനെ അറുക്കുമ്പോ നമ്മൾ ചൊല്ലുന്ന തക്ബീർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. അതിന്റെ അർത്ഥവും ആഴവും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കത് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾക്ക് ശരിയായ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചു എന്ന് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. നിത്യേന എന്നോണം ബാങ്കുലികൾ നമ്മളിലേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്നാണ് അവിടെയും വിളിച്ചു പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ദുനിയവിയായ വ്യവഹാരങ്ങളിൽ ആ അല്ലാഹു അക്ബർ എന്ന വിളി അതിനെ മാറ്റി നിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിളിയാളത്തിലേക്ക് ചെവി കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് വലിയവനെന്നാണ്, അല്ല അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എന്തിനേക്കാളും വലുതായി തീരേണ്ടതുണ്ട്, ഏതൊരു കാര്യത്തെക്കാളും വലുതായി തീരേണ്ടതുണ്ട്. അപ്പോഴാണ് ആ ബാങ്കുലികൾക്ക് അർത്ഥമുണ്ടാകുന്നത്. നമ്മൾ കേൾക്കുന്ന അല്ലാഹു അക്ബർ എന്ന വിളിക്ക് അപ്പോഴാണ് അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുനിയവിയായ വ്യവഹാരങ്ങൾ അതിനേക്കാളൊക്കെ എനിക്ക് വലുത് എന്റെ റബ്ബാണ്. ആ റബ്ബിന്റെ കൽപ്പനകളാണ്, ആ റബ്ബ് കൽപ്പിച്ചരുളിയ ആ പ്രവർത്തനങ്ങൾ, നിയമങ്ങൾ അത് അനുസരിക്കുക എന്നതാണ് എന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. കണ്ടോ, ജമാഅത്തിലേക്ക് ആ മനുഷ്യന് നടന്നെടുക്കാൻ സാധിക്കും. അങ്ങനെ ആ മനുഷ്യൻ പള്ളിയിൽ വന്ന് നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോഴും ആ മനുഷ്യൻ ആവർത്തിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. ഓരോ റുക്നുകൾ മാറി 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 അവൻ നിർവഹിക്കുമ്പോഴും അവൻ ഏറ്റു പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കുക. നമസ്കരിക്കുന്ന സമയത്ത് മറ്റേതൊരു ചിന്തകളും നമ്മളെ മാറ്റിക്കളയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഓർത്തുകൊണ്ട് നമസ്കരിക്കുക എന്ന ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് നമ്മളെ ചിന്തകൾ വ്യതിചലിപ്പിക്കാതിരിക്കാൻ ഓരോ സമയവും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലേ? ഒരു റുക്നിൽ നിന്ന് അടുത്ത റുക്നിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളുമൊക്കെ വ്യത്യസ്തമായിരിക്കാം. പല താല്പര്യങ്ങളും പല ആഗ്രഹങ്ങളും ദുനിയാവിൽ പല പ്രതീക്ഷകളും ഒക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഈ വന്നു നിൽക്കുന്നത് എന്റെ റബ്ബിന്റെ മുൻപിലാണ്. ഞാൻ നമസ്കരിക്കാൻ വേണ്ടിയാണ് വന്നു നിൽക്കുന്നത്. ഇതുപോലെ നാളെ പരലോകത്ത് എനിക്ക് എന്റെ റബ്ബിൽ വന്നു നിൽക്കേണ്ടതുണ്ട്. ആ നിൽപ്പ് എനിക്ക് എളുപ്പമായി തീരണം. റബ്ബിന്റെ മുൻപിൽ നാളെ കോടതിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്തുള്ള ആ നിൽപ്പ് എനിക്ക് പ്രതീക്ഷയുടേതാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉരുവിടുന്ന അല്ലാഹു അക്ബർ എന്ന മന്ത്രധ്വനി അത് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി നമുക്ക് പറയാൻ സാധിക്കണം. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ആ റബ്ബാണ് ഏറ്റവും വലിയവൻ. എന്റെ ജീവിതത്തിൽ എന്തിനേക്കാൾ വലുത് ആ റബ്ബാണ്. അത് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മൾ പറയുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. സഹോദരന്മാരെ, അത്തരത്തിൽ ജീവിതം വരച്ചുകാട്ടി നൽകിയ മഹാനായ പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുക. ഈ ഒരു മന്ത്രധ്വനിയുടെ പ്രയോഗവൽക്കരണം, അതിന്റെ വലുപ്പം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടുകളിലും അദ്ദേഹത്തിന് റബ്ബ് കൂട്ടായിട്ടുണ്ടായിരുന്നു.
തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോ, അതിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം എടുത്തു പറഞ്ഞത് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, അല്ലാഹു എനിക്ക് മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്നായിരുന്നു. അതാണ് അദ്ദേഹം ശേഷം പറയുന്നത്, ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ആ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹം എറിയപ്പെടുമ്പോ അദ്ദേഹം ആ അവസാനമായി പറഞ്ഞ വാക്കിതായിരുന്നു എന്നാണ്. ചിന്തിപ്പിക്കണം നമ്മളെ. ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഒരു മനുഷ്യൻ. അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു സന്ദർഭമാണ്. മരണത്തെ മുഖാമുഖം കാണുകയാണ്. ആ സമയത്ത് പോലും അദ്ദേഹം വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ നാവുകളിൽ പറയുന്ന വാക്ക് എന്റെ റബ്ബിനിക്ക് മതി, ആ റബ്ബിനാണ് ഞാൻ വരവേൽപ്പിക്കുന്നത്, ആ റബ്ബിനേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല എന്നാണ്. സഹോദരന്മാരെ, ഇത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഈ ദീനനുസരിച്ച് ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളിലുമൊക്കെ പറയാൻ സാധിക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് തൊട്ടു ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഈ വാക്ക് വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹീന ഖാലൂ, പ്രവാചകനോട് ചില ആളുകൾ പറഞ്ഞല്ലോ, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ശത്രു സൈന്യം ഇതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറഞ്ഞപ്പോ, ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചോളൂ, അവരിത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ തുരത്തി ഓടിക്കാൻ അവർ സമ്മേളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെട്ടോളൂ എന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ അത് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈമാൻ താഴേക്ക് പോവുകയല്ല ചെയ്തത്. ഏതെങ്കിലുമൊക്കെ അക്രമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ദീനിന്റെ പേരിൽ നേരിടുമ്പോ അന്ന് ദീനിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്തേക്കാം. എന്നാൽ ദീൻ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയേക്കാം. സഹോദരന്മാരെ, ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള തവക്കുലിന്റെ കുറവാണ്. മഹാന്മാരായ സലഫു സാലിഹീങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും ഒക്കെ ചരിത്രം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ്. അവരൊക്കെ നേരിട്ട അനുഭവങ്ങളിൽ അവരെങ്ങനെയായിരുന്നു അവരുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിച്ചത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് അതൊക്കെ. ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം, വഖാലു, അവർ പറഞ്ഞുവെന്നാണ്, ആ സമയത്ത് അവർ പറഞ്ഞുവെന്നാണ്, വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ. സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും നമ്മളുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കുമൊക്കെ നേരിടേണ്ടി വരുന്ന ദീനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്ക് നേരിടുന്ന പ്രയാസങ്ങളിൽ താങ്ങായി തണലായി എന്റെ റബ്ബുണ്ടായിരിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ പ്രവാചകൻ അടക്കി പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേടി പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഒരു മണൽത്തരി വന്നു വീഴുമോ എന്നായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും വന്നു ചേരുമോ എന്നുള്ളതായിരുന്നില്ല, എന്തെങ്കിലും പ്രയാസം വന്നു ചേരുമോ എന്നുള്ളതായിരുന്നില്ല. ആ സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ വാക്യമിറങ്ങുന്നു. എന്താ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്? ഇസ് യഖൂലു ലിസാഹിബി, തന്റെ അനുചരനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഖേദിക്കണ്ട, ഒരു വിഷമവും വേണ്ട, നമ്മളുടെ കൂടെ അല്ലാഹുവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്, ഈ സർവചരാചരങ്ങളെയും പടച്ച റബ്ബുണ്ട് നമ്മളുടെ കൂടെ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്, ദുഃഖിക്കുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചു എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു വാക്കും ഈ ഒരു ഇടപെടലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ശരിയായ വിശ്വാസത്തിൽ ഊന്നിയതായിരിക്കണം നമ്മളുടെ ജീവിതം. തൗഹീദിൽ അടിയുറച്ച ജീവിതമാണോ നമ്മളുടേത്? നമുക്ക് ഈ രൂപത്തിൽ ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്യാൻ സാധിക്കും. കൃത്യമായ നിലക്ക് വിശ്വാസ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും.
നമ്മളുടെ വിശ്വാസം റെഡിയല്ല എങ്കിൽ, നമ്മളുടെ അടിത്തറ റെഡിയല്ല എങ്കിൽ, മേൽപോട്ട് നമ്മൾ കെട്ടിപ്പടുക്കുന്നതിന് എത്ര ഭംഗിയുണ്ടായാലും, അതിനെത്ര വലിയ നല്ല ഖനമുള്ള കല്ലാണെങ്കിലും സിമന്റാണെങ്കിലും അത് നിൽക്കൂല. കാരണം അടിത്തറ ഇളകുന്നതാണ്, അതിനത്രമാത്രം ബലമില്ല. അത് നമ്മളുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അവനെ അതാണ് പിടിച്ചു നിർത്തുന്നത്. ഏത് പ്രയാസത്തിലും അവന് താങ്ങായി നിൽക്കുന്നത് അവന്റെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ശരിയായ വിശ്വാസം, ഒരു തരിമ്പ് പോലും ശിർക്കിന്റെ ലാഞ്ചന പോലും കടന്നു വരാത്ത അടിയുറച്ച വിശ്വാസം. എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. എന്റെ ഇബാദത്തിന്റെ ഒരംശം പോലും റബ്ബല്ലാത്തവർക്ക് ഞാൻ കൊടുക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കന്മാരാണെങ്കിലും, അവന്റെ മലായികത്യങ്ങളാണെങ്കിലും, വലിയകളാണെങ്കിലും, ആരാണെങ്കിലും എന്റെ റബ്ബിന് കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഒരു തരിമ്പ് പോലും ഞാൻ വേറൊരാൾക്കും കൊടുക്കുകയില്ല. ഈ ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, അത് നമ്മളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ, സഹോദരന്മാരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് അനുവർത്തിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും മാതൃക സ്വീകരിക്കാനും നമുക്ക് സാധിച്ചു എന്ന് പറയാൻ. അതുകൊണ്ട് ഈ ഒരു ബലിതാൾ സുദിനത്തിൽ സഹോദരന്മാരെ, ഈ ഒരു സന്ദേശമായിരിക്കട്ടെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ അവസരം നൽകിയിരിക്കുന്ന രണ്ട് സുദിനങ്ങളാണ് ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ. അത് ആഘോഷിക്കുക, സന്തോഷിക്കുക എന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പ്രത്യേകതയാണ്. അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. പക്ഷേ ആ പ്രകടനം ഒരിക്കലും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാവാതിരിക്കുക എന്നതായിരിക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രൂപത്തിൽ നമുക്ക് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതായിരിക്കട്ടെ രണ്ടാമത്തേത്. ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളിലും എന്റെ റബ്ബിന്റെ തൃപ്തിയുണ്ടോ നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ വാങ്ങുന്ന വസ്ത്രത്തിലാണെങ്കിലും, ഞാൻ ചിലവഴിക്കുന്ന സമയത്തിലാണെങ്കിലും, എല്ലാത്തിലും എന്റെ റബ്ബിന്റെ തൃപ്തിയുണ്ടോ? ഞാനിനി ചിലവഴിക്കാൻ പോകുന്ന സമയങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ പാട്ടിലും സംഗീതത്തിലും അനാവശ്യമായ കാഴ്ചകളിലുമാണോ? കാരണം നമ്മളുടെ കൈകളിലുള്ള മൊബൈലുകൾ, അതിൽ നമുക്ക് എന്ത് സൗകര്യവുമാണ്, എന്തും നമുക്ക് കാണാം, ഏത് നിലക്കും നമുക്കതിന് സമയം വിനിയോഗിക്കാം. മുമ്പൊക്കെ സാധ്യതകൾ കുറഞ്ഞ കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് സാധ്യതകൾ വർദ്ധിച്ചു. ഇങ്ങനെ സാധ്യതകൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ സഹോദരന്മാരെ, ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് തന്നെ മതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടാൻ. നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് തന്നെ മതിയായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൃപ്തിപ്പെടാൻ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പെരുന്നാൾ സുദിനത്തിൽ പ്രത്യേകിച്ച് സഹോദരിമാരോട് ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ അവിടുന്ന് കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനിന്റെ വചനം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ദുബ്ന മിൻ അബ്സാരിഹിൻ, അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫസ്ന ഫുറൂജഹുൻ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ, വലാ യുബ്ദീന സീനതഹുൻ, അവർ അവരുടെ അലങ്കാരങ്ങൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിച്ചു നൽകിയതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു വചനത്തിൽ കാണാം, വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവരുടെ അലങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ കാലിട്ടടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗമാണ്, അല്ലേ? ഇന്ന്
എങ്ങനെയാണ് സൗന്ദര്യം മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിൽ വൈദഗ്ധ്യമുണ്ടാക്കിയെടുക്കുകയാണ് ആളുകൾ. അങ്ങനെ തന്നിലേക്ക് ആകർഷിക്കപ്പെടാനും അതൊരു വരുമാന മാർഗമാക്കി തീർക്കാനുമൊക്കെ ആളുകൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാർ, ഇത്തരത്തിൽ ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടത്തിൽ വിശിഷ്യ സഹോദരിമാർ അവരവരുടെ ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ടതുണ്ട്. റബ്ബിന്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് അവരുടെ നഗ്നത മറക്കുക, അവരുടെ അനുവദിക്കപ്പെട്ട ആളുകൾക്ക് മാത്രം അവരുടെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇതാണ് ഫിത്നകളുടെ അടിസ്ഥാനം. പുരുഷന്മാരെ ഫിത്നയിൽ അകപ്പെടുത്തുന്നതും സ്ത്രീകൾ ഫിത്നയിലാകുന്നതിന്റെയും ഒക്കെ അടിസ്ഥാന കാരണം അവർ അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്താൻ വേണ്ടി പ്രയോഗിക്കുന്ന ഇത്തരം അടവുകളിലൂടെയാണ്. പല ഫിത്നകളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബനൂ ഇസ്രായേലുകാർക്ക് ഏറ്റവും വലിയ ഫിത്ന അത് സ്ത്രീകളിലായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയതായി കാണാം. അത് ഈ കാലഘട്ടത്തിലും നമ്മളുടെയും ഫിത്നകളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവരുടെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ പ്രവാചക മാതൃകയിലൂന്നി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്മാരുടെ സാമ്പത്തികമായ കടബാധ്യതകളും മറ്റു പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായ രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായ ടെൻഷനുകളും സ്ട്രെസ്സുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് ലഘുവാക്കി കൊടുക്കുകയും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.